നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗുരുവായൂരിൽ വീണ്ടും റീൽസ് ചിത്രീകരണം നടത്തിയ ജസ്ന സലീമിനെതിരെ കേസെടുത്ത ടെമ്പിൾ പോലീസ്. നടപടി ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിൽ. കേസെടുത്തത് കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. ട്രെയിൻ യാത്രയ്ക്കിടെ ബാഗ് മോഷ്ടിക്കുന്ന യുവാവ് ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ഓങ്ങല്ലൂർ കുന്നുംപുറത്ത് സൈനുൽ ആബിദീൻ. കഞ്ചാവുമായി 2 പേർ തിരുതുരുത്തി പോലീസിന്റെ പിടിയിൽ. യുവാക്കൾ പിടിയിലായത് കൊച്ചി പാലത്തിന് സമീപം വെച്ച്. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന് തീപിടിച്ചു. യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാടകയ്ക്കെടുത്ത കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനെ പരിക്ക്. ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തിന് കൊടിയേറി. ദേവഭൂമിയിലേക്ക് ഭക്തജനപ്രവാഹം. പ്രദേശം ആഘോഷ നിറവിൽ. വാർത്തകൾ വിശദമായി. ഗുരുവായൂരിൽ വീണ്ടും റീൽസ് ചിത്രീകരണം നടത്തിയ ജസ്ന സലീമിനെതിരെ കേസ്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിലാണ് നടപടി. കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും നടപ്പന്തലിലും റീൽസ് ചിത്രീകരണം പാടില്ലെന്നതാണ് ഹൈക്കോടതി ഉത്തരവ്. ഇത് മറികടന്നാണ് ജസ്ന സലീം പടിഞ്ഞാറേ നടയിൽ റീൽസ് ചിത്രീകരിച്ചത്. നേരത്തെ റീൽസ് ചിത്രീകരിച്ചതിന് ജസ്നയ്ക്കെതിരെ കേസെടുത്തിരുന്നു. മാധ്യമങ്ങൾക്കടക്കം കടുത്ത നിയന്ത്രണം നിലനിൽക്കുന്ന മേഖലയിലായിരുന്നു വീണ്ടും എത്തി ജസ്ന റീൽസ് ചിത്രീകരിച്ചത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഗുരുവായൂർ ദേവസ്വം ഔദ്യോഗികമായി തന്നെ പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കലാപശ്രമം അതീവ സുരക്ഷാ മേഖലയിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങി ഗുരുതര വകുപ്പുകൾ ചുമത്തി ഗുരുവായൂർ പോലീസ് കേസെടുത്തത്. ജസ്ന സലീം, R1 ബ്രൈറ്റ് എന്നീ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കെതിരെയാണ് പരാതി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തിന് കൊടിയേറി. ദേവഭൂമിയായ കൽപ്പാത്തിയിലേക്ക് ഇതോടെ ഭക്തജനപ്രവാഹം ആരംഭിച്ചു. കാശിയിൽ പാതി എന്ന് വിശേഷിക്കപ്പെടുന്ന പുണ്യക്ഷേത്രമാണ് കൽപ്പാത്തി. ദേവഭൂമിയായ കൽപ്പാത്തിയിലേക്ക് ഭക്തരുടെ പ്രവാഹം തുടങ്ങി. വേദമന്ത്രങ്ങൾ പുണ്യം ചുരിഞ്ഞ മുഹൂർത്തത്തിൽ ആചാരാനുഷ്ഠാനങ്ങളോടെ പകൽ 10:30-നും 12-നും ഇടയ്ക്കായിരുന്നു കൊടിയേറ്റം. ഇനി കൽപ്പാത്തിക്ക് രഥോത്സവ നാളുകൾ. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രം, പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രം, പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രം, ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് രഥോത്സവത്തിന് കൊടിയേറിയത്. ഈ 4 ക്ഷേത്രങ്ങളിലെയും രഥോത്സവങ്ങൾ ചേരുന്നതാണ് കൽപ്പാത്തി രഥോത്സവം. രഥോത്സവത്തെ വരവേൽക്കാൻ കൽപ്പാത്തിയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. 12-ന് അർദ്ധരാത്രി 5-ാം തിരുനാൾ രഥസംഗമം നടക്കും. 14-നാണ് 1-ാം തേരുത്സവം. അന്ന് ശിവക്ഷേത്രത്തിൽ രഥാരോഹണത്തിന് ശേഷം ദേവരഥങ്ങൾ ഗ്രാമപ്രദക്ഷിണം ആരംഭിക്കും. 15-ന് 2-ാം തേരുത്സവ ദിനത്തിലാണ് പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥാരോഹണം. 16-ന് 3-ാം തേരുത്സവ ദിനത്തിൽ ത്രിസന്ധ്യയ്ക്ക് തേരുമുട്ടിയിൽ ദേവരഥങ്ങൾ മുഖാമുഖമെത്തുന്നതോടെ ദേവരഥ സംഗമമാകും. അന്ന് രാവിലെ പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിലും ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലും രഥാരോഹണം നടക്കും. ലോക ടൂറിസം മാപ്പിൽ ഇടം പിടിച്ച കൽപ്പാത്തിയുടെ പേരും പെരുമയും അടുത്തറിയാനായി ഉത്സവനാളുകളിൽ വിദേശികൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് ഒഴുകിയെത്തുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ട്രെയിൻ യാത്രയ്ക്കിടെ ബാഗ് മോഷ്ടിക്കുന്ന യുവാവിനെ ഷൊർണൂർ റെയിൽവേ പോലീസ് പിടികൂടി. ഓങ്ങല്ലൂർ കുന്നുംപുറത്ത് വീട്ടിൽ സൈനുൽ ആബിദീനെ അറസ്റ്റായത്. കാസർഗോഡ് സ്വദേശിയുടെ 1.25 ലക്ഷം രൂപ വരുന്ന മൊബൈൽ ഫോണും ATM കാർഡും 7000 രൂപയുമാണ് പ്രതി മോഷ്ടിച്ചത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ കാസർഗോഡ് നിന്നും എറണാകുളത്തേക്ക് മംഗള എക്സ്പ്രസിലെ AC കോച്ചിൽ യാത്ര ചെയ്യുന്നതിനിടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശിയായ CK ആസിഫിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ സൂക്ഷിച്ച 1,17,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണും 7000 രൂപയും ATM കാർഡുമാണ് മോഷണം പോയത്. യാത്രക്കാരൻ നൽകിയ പരാതിയിൽ റെയിൽവേ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. കോഴിക്കോട് മുതലുള്ള റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ തിരൂരിൽ നിന്നും പ്രതി ട്രെയിനിലേക്ക് കയറുന്നതും പട്ടാമ്പിയിൽ ബാഗുമായി ട്രെയിനിൽ നിന്നും ഇറങ്ങി പോകുന്നതുമായ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. വ്യാഴാഴ്ച പ്രതി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്ന വിവരം അറിഞ്ഞ പോലീസ് റെയിൽവേ സ്റ്റേഷനിലെത്തി പരിശോധന നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. എന്നാൽ രാത്രി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സ്പെഷ്യൽ ഡ്രൈവിനിടെ ബാഗുമായി പ്രതി റെയിൽവേ പോലീസിന്റെ പിടിയിലാകുകയായിരുന്നു.
ഇയാളിൽ നിന്ന് മോഷണം പോയ ഫോണും ATM കാർഡും കണ്ടെടുത്തു. പ്രതിക്കെതിരെ എറണാകുളം സ്റ്റേഷനിലും സമാനമായ കളവ് കേസുണ്ട്. റെയിൽവേ പോലീസ് SI അനിൽ മാത്യു, RPF എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കഞ്ചാവുമായി രണ്ടുപേരെ ചെറുതുരുത്തി കൊച്ചി പാലത്തിന് സമീപത്തു നിന്നും ചെറുതുരുത്തി പോലീസ് പിടികൂടി. വേങ്ങര മറ്റത്താനത്ത് കോളനിയിൽ പുത്തൻപീടികയിൽ റാഫി, പരപ്പരങ്ങാടി ഉള്ളാളം ചെപ്പങ്ങിൽ അബ്ദുൾ സലാം എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ചെറുതുരുത്തി CI വിനുവിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചെറുതുരുത്തി SI AR നിഖിൽ, സീനിയർ പോലീസ് ഓഫീസർമാരായ വിനീത് മോൻ, ഗിരീഷ്, ഡിജോ വാഴപ്പള്ളി, CPO ഹരികൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘം ഭാരതപ്പുഴ തീരത്ത് കൊച്ചിൻ പാലത്തിന് സമീപത്തു നിന്നായാണ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിനെ തീപിടിച്ചു. ബൈക്ക് ഓടിച്ചിരുന്ന യുവാവ് ചാടിയിറങ്ങി ഓടിയതിനാൽ രക്ഷപ്പെട്ടു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. പരുത്തിപ്ര മൂരിയത്ത് സ്വദേശി കൈലാസ് ഓടിച്ചിരുന്ന ബൈക്ക് ഓട്ടുപാറയിലെത്തിയപ്പോഴാണ് പെട്ടെന്ന് തീ ആളിപ്പടർന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ യുവാവ് ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങി ഓടിയതിനാൽ രക്ഷപ്പെടുകയായിരുന്നു. അപകടം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഓട്ടുപാറയിലെ ചുമട്ടുതൊഴിലാളികൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. വിവരമറിഞ്ഞ ഉടൻ വടക്കാഞ്ചേരിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീയണച്ചു. ചുമട്ടുതൊഴിലാളികളുടെയും ഫയർഫോഴ്സിൻ്റെയും അവസരോചിതമായ ഇടപെടലാണ് തീ മറ്റു വാഹനങ്ങളിലേക്കോ പരിസരത്തേക്കോ പടരുന്നത് ഒഴിവാക്കിയത്. ബൈക്കിന് ഭാഗികമായി കേടുപാട് സംഭവിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയംകുളത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. വാണിയംകുളം CNN പള്ളി വികാരി ജോസ് ജോണിനാണ് പരിക്കേറ്റത്. വാണിയംകുളം പഞ്ചായത്ത് കഴിഞ്ഞുള്ള വളവിൽ ശനിയാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. എടപ്പാളിൽ നിന്ന് പഴനിയിലേക്ക് തീർത്ഥാടനത്തിന് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് എതിരെ വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. വാണിയംകുളം CSN പള്ളിയിലെ വികാരി ജോയ്സ് ജോണിനാണ് പരിക്കേറ്റത്. തലയ്ക്കും കാലിനും പരിക്കേറ്റ ഇദ്ദേഹത്തെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. കാറിനും കേടുപാടുകൾ സംഭവിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാണിയംകുളത്ത് പഞ്ചായത്ത് ദുർഭരണത്തിനും അക്രമ രാഷ്ട്രീയത്തിനും വികസന മുന്നൊരുപ്പിനുമെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പദയാത്ര നടത്തി. ജനകീയമോചന പദയാത്ര ത്രാങ്കാലിയിൽ C സംഗീത ഉദ്ഘാടനം ചെയ്തു. പദയാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശിവപ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MP പ്രേംകുമാർ സ്വാഗതം പറഞ്ഞു. KK വേണുഗോപാൽ, മനോജ് കൃഷ്ണൻ, രാധാകൃഷ്ണൻ, മണിമൂപ്പൻ, പരമേശ്വരൻ ഉണ്ണി, വാസുദേവൻ P മൊയ്തു, സുജീഷ് ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സമാപന സമ്മേളനം DCC അംഗം സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥാപിക്കുന്ന മിനി മാസ്റ്റായാലും ഹൈ മാസ്റ്റായാലും അതിന്റെ പവർ ചാർജ് പഞ്ചായത്ത് അടച്ചുകൊള്ളാമെന്നും അതിന്റെ മെയിൻ്റനൻസ് ഏറ്റെടുക്കാമെന്നും ഈ മിനി മാസ്റ്റോ ഹൈ മാസ്റ്റോ പഞ്ചായത്തിന്റെ അസറ്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി പഞ്ചായത്തിന്റെ അസറ്റായി അംഗീകരിക്കുമെന്നും എഴുതി കൊടുക്കണം. ഇത്രേ പണിയുള്ളൂ. പക്ഷേ ശ്രീകണ്ഠന്റെ പേര് എഴുതിയൊരു ഹൈ മാസ്റ്റ് വെച്ചാൽ ഇവിടെ ആകാശ ഇടിഞ്ഞ് വീണാലോ സങ്കുചിത താല്പര്യത്തിന്റെ ഉടമകളാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ. മണ്ഡലം പ്രസിഡന്റ് K ശിവപ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MP പ്രേംകുമാർ, VKP വിജയനുണ്ണി, മൊയ്തു, KK വേണുഗോപാലൻ, സുജീഷ് ജോസ്, ഗോവിന്ദരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ ടൗണിൽ നിന്നുള്ള പോസ്റ്റ് ഓഫീസ് റോഡ് ഇനി മുതൽ പാപ്പുള്ളി പത്മനാഭൻ നായർ റോഡായി അറിയപ്പെടും. നാമകരണത്തിന്റെ ഉദ്ഘാടനം ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. നഗരപരിധിയിലെ 30 പ്രമുഖന്മാരുടെ പേരിൽ വിവിധ പ്രദേശങ്ങളിൽ റോഡുകൾ നാമകരണം ചെയ്യും. പുതിയ പ്രോജക്റ്റിന്റെ കൂടി ഭാഗമായാണ് ഇത് നടപ്പാക്കുന്നതെന്ന് ചെയർമാൻ പറഞ്ഞു. ഷൊർണൂർ ടൗണിൽ നിന്നും ആരംഭിക്കുന്ന പഴയ പോസ്റ്റ് ഓഫീസ് റോഡ് ഇനി മുതൽ പാപ്പുള്ളി പത്മനാഭൻ നായർ റോഡായി അറിയപ്പെടും. ഇതോടെ നഗരസഭയുടെ പുതിയ പ്രൊജക്ടിന് ശനിയാഴ്ച തുടക്കം കുറിച്ചിരിക്കുകയാണ്. പാപ്പുള്ളി പത്മനാഭൻ നായർ റോഡ് നാമകരണം ചെയ്തതിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. പ്രധാനപ്പെട്ട വ്യക്തികളുടെ നാമധേയത്തിൽ ഈ വർഷം ദിശാ ബോർഡുകൾ വയ്ക്കാനായിട്ട് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ പോസ്റ്റ് ഓഫീസ് റോഡ്, പഴയ പോസ്റ്റ് ഓഫീസ് റോഡ് ഇപ്പോൾ പാപ്പുള്ളി പത്മനാഭൻ നായർ റോഡായിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ നഗരസഭയിലെ പ്രഗത്ഭരായിട്ടുള്ള പല വ്യക്തികളുടെയും പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. വൈസ് ചെയർപേഴ്സൺ P സിന്ധു, SG മുകുന്ദൻ, KM ലക്ഷ്മണൻ,
ജിഷ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നഗരസഭാ പരിധിയിലെ 30 പ്രഗത്ഭരായവരുടെ പേരുകൾ വിവിധ പ്രദേശങ്ങളിലെ റോഡുകൾക്ക് നാമകരണം ചെയ്യാനാണ് തീരുമാനം. നഗരസഭയുടെ പുതിയ പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഇവ സ്ഥാപിക്കുന്നതെന്ന് ചെയർമാൻ MK ജയപ്രകാശ് സൂചിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 2 ദിവസം നീണ്ടു നിൽക്കുന്ന വള്ളത്തോൾ ജയന്തിക്കും കലാമണ്ഡലം വാർഷിക ആഘോഷത്തിനും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ കൊടിയേറി. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ പതാക ഉയർത്തി. കലാമണ്ഡലം KP അച്യുതാനന്ദൻ, കലാമണ്ഡലം വേണുമോഹൻ എന്നിവരുടെ നേതൃത്വത്തിൽ സോപാന സംഗീതവും അവതരിപ്പിച്ചു. ചാക്യാർകൂത്ത്, തായമ്പക, റിക് മണ്ഡല അവതരണം, ഓട്ടംതുള്ളൽ എന്നിവയും നടന്നു. വൈകിട്ട് നടന്ന മണക്കുളം മുകുന്ദരാജ അനുസ്മരണ യോഗത്തിൽ ഡോക്ടർ സദനം ഹരികുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ആദ്യ ദിനം മുകുന്ദരാജ സ്മൃതി ദിനവും നാളെ വള്ളത്തോൾ സ്മൃതി ദിനവുമാണ്. ഇന്ന് രാവിലെ മുതൽ ആരംഭിക്കുന്ന പരിപാടികൾ നാളെ വൈകുന്നേരം വരെ കഥകളിയോടുകൂടി സമാപിക്കും. സാംസ്കാരിക വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഖോബ്രഗഡെ IAS ആണ് ഇപ്രാവശ്യം നമ്മുടെ മുഖ്യാതിഥി. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം. തുടർന്ന് 2ാം ദിവസമായ ഞായറാഴ്ച രാവിലെ കലാമണ്ഡലം നിള ക്യാമ്പസിൽ വള്ളത്തോൾ സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം കവിയരങ്ങ് കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് കൂത്തമ്പലത്തിൽ മിഴാവിൽ തായമ്പകയും നടക്കും. വൈകിട്ട് നടക്കുന്ന കലാമണ്ഡലം വാർഷിക സമ്മേളനവും വള്ളത്തോൾ അനുസ്മരണവും സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ N. ഖോബ്രഗഡെ IAS ഉദ്ഘാടനം ചെയ്യും. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ KS രവികുമാർ വള്ളത്തോൾ അനുസ്മരണ പ്രഭാഷണം നടത്തും. തുടർന്ന് നങ്ക്യാർകൂത്ത് നൃത്താവതരണവും ഉത്തരാസ്വയംവരം കഥകളിയും നടക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തിയിൽ ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. മഹാകവി വള്ളത്തോൾ മ്യൂസിയത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലാണ് ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിനെ കണ്ടത്. സമീപ പ്രദേശത്തെ നിരവധി കച്ചവടക്കാരും ആളുകളും വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലം കൂടിയാണിത്. വരവൂരിൽ നിന്ന് പാമ്പ് പിടുത്തക്കാരൻ വന്നതിന് ശേഷം പാമ്പിനെ പിടികൂടി കാട്ടിൽ ഉപേക്ഷിച്ചു. മണ്ണൂർ പഞ്ചായത്തിന്റെ 12ാം വാർഡ് അംഗത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാപ്രവർത്തകർ, അംഗൻവാടി വർക്കർ, ഹെൽപ്പർ എന്നിവരെയാണ് വാർഡംഗം സുജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. ചടങ്ങ് മുതിർന്ന അംഗം ശിവൻ ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ അസുഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം കണക്കെടുത്ത് അതാത് സമയത്ത് ആ റിപ്പോർട്ട് ഇതിനെ വിളിച്ച് പറയുകയും അത് ഭയങ്കര മറക്കാൻ പറ്റില്ല. എന്തായാലും ഈ 5 കൊല്ലത്തെ ഒരു അറിവ്, നല്ലൊരു അറിവായി കിട്ടിയിട്ടുണ്ട്. ഇനിയും എല്ലാം ഇനി വരാകൊണ്ടിരിക്കുന്നുള്ളൂ. ആയിട്ടില്ല, ആരാണെന്നൊന്നും തീരുമാനമായില്ല. വാർഡംഗം സുജിത് കുമാറിനെയും മാധ്യമപ്രവർത്തകൻ KP മൊയ്തീൻകുട്ടിയെയും ചടങ്ങിൽ ആദരിച്ചു. 13ാം വാർഡംഗം സരിത, രാജേഷ് പൊതിയത്, PU അമിത, രുക്മിണി, ADS ഗിരിജ, സുപ്രിയ, സുജിത് കുമാർ എന്നിവർ സംസാരിച്ചു. നാളിതുവരെ നൽകിയ സഹകരണങ്ങൾക്ക് വാർഡംഗം സുജിത് കുമാർ നന്ദി അറിയിച്ചു. ചടങ്ങിന് ശേഷം സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കാരേക്കാട് മഹാഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ശനിയാഴ്ച ലക്ഷാർച്ചനയും വിശേഷാൽ ചടങ്ങുകളും നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ഞായറാഴ്ച ക്ഷേത്രത്തിൽ ഉദയാസ്തമയ പൂജയും ശ്രീഭൂതബലിയും നടക്കും. ഷൊർണൂർ കാരക്കാട് ശ്രീ മഹാഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ശനിയാഴ്ച രാവിലെ നടന്ന മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, നവഗ്രഹ ഹോമം എന്നിവയ്ക്ക് ശേഷമാണ് ലക്ഷാർച്ചന ആരംഭിച്ചത്. നിരവധി ഭക്തജനങ്ങൾ ദർശനത്തിനായി എത്തിയിരുന്നു. ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. വൈകിട്ട് ദീപാരാധനയോടുകൂടിയുള്ള ലക്ഷാർച്ചന സമർപ്പണം, അത്താഴപൂജ എന്നിവയും നടന്നു. 9 ഞായറാഴ്ച രാവിലെ 5 മഹാഗണപതി ഹോമം ആരംഭിക്കും. ഗായത്രി ഹോമം, സൂര്യഹോമം എന്നിവയ്ക്ക് ശേഷം ഉദയാസ്തമന പൂജയും നടക്കും. അന്നദാനം, മറ്റു വിശേഷാൽ ചടങ്ങുകളും ഉണ്ടായിരിക്കും. ഉദയാസ്തമന പൂജ 18 തരം പൂജകളായിട്ടാണ് നടത്തുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂരിൽ വീണ്ടും റീൽസ് ചിത്രീകരണം നടത്തിയ ജസ്ന സലീമിനെതിരെ കേസെടുത്ത ടെമ്പിൾ പോലീസ്. നടപടി ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിൽ.
കേസെടുത്തത് കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. ട്രെയിൻ യാത്രയ്ക്കിടെ ബാഗ് മോഷ്ടിക്കുന്ന യുവാവ് ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ഓങ്ങല്ലൂർ കുന്നുംപുറത്ത് സൈനുൽ ആബിദീൻ. കഞ്ചാവുമായി 2 പേർ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. യുവാക്കൾ പിടിയിലായത് കൊച്ചി പാലത്തിന് സമീപം വെച്ച്. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന് തീപിടിച്ചു. യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാടകയ്ക്കുളത്തെ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനെ പരിക്ക്. ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തിന് കൊടിയേറി. ദേവഭൂമിയിലേക്ക് ഭക്തജനപ്രവാഹം. പ്രദേശം ആഘോഷ നിറവിൽ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.